ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഒരു റിയൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു റിയൽ ലൈഫിൽ വീണ്ടും വീഡിയോ ആയിട്ട് തുടങ്ങാണ്. എല്ലാവരും സപ്പോർട്ട് വേണം. അല്ല ഗ്രേസേ? ഗുഡ് മോർണിംഗ്. ഗ്രേസ് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ചോറ് ഇങ്ങനെ സ്പൂണിൽ കോരി കോരി എന്നിട്ടായിരുന്നു ക്യാരറ്റ് എന്നിട്ട് മുട്ടയോ വേഗം കഴിക്കും. ഞാൻ ഇതാ എണീറ്റുള്ളൂ. ഇന്നലെ കിടന്നപ്പോൾ ഇത്തിരി ലേറ്റായി. വീട് വലാൻ വെച്ച് 5 മണിയായപ്പോൾ എൻ്റെതായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കിടന്നു 2 മിനിറ്റ് ആയിട്ട് എനിക്ക് അവിടെ കിടന്ന. പിന്നെ കണ്ണൂർ നോക്കിയപ്പോൾ 6:30. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സ്പീഡിലായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ പല്ല് തേച്ചിട്ടില്ല? അപ്പൊ പല്ലൊക്കെ തേച്ചു കേട്ടാ. അപ്പൊ എന്തായാലും മഴ ഇന്നലെ തുടങ്ങി. ഇന്നലെ രാത്രി തുടങ്ങി നല്ല, ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയിപ്പിക്കുള്ളൂ. ഇന്നലെ രാത്രി തുടങ്ങി മഴ തകർത്ത് വീണ്ടും പെയ്തു തുടങ്ങി. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, നല്ല ഇടിവെട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പതേ മഴ വീണ്ടും ഇങ്ങനെ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇറങ്ങ്. ഗ്രേസിന്റെ പുതിയ കൊട, പുതിയ ബാഗ്. അല്ല എന്നിട്ട് ഈ കൊട ഞാനിട്ട് കൊണ്ടുവരണ്ടേ? മറക്കരുതിട്ടാ. അപ്പൊ മറന്നു. ഗ്രേസിനങ്ങനെ സ്കൂള് തുടങ്ങി. നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ ഓൾറെഡി വൈഡ് വ്ലോഗ്സിൽ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. 3-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസമല്ലെന്ന് 3-ാമത്തെ ദിവസമായി സ്കൂൾ തുറന്നിട്ട്. എന്റെ പൊന്നെ, നടക്ക് പോട്ടേട്ടാ. ഇല്ല, അമ്മമ്മോട് പറഞ്ഞോ? അപ്പൊ ഞാനും ഗ്രേസും കൂടി അങ്ങനെ സ്കൂൾ ബസിന്റെ അടുത്തേക്ക് പോവാണ്. പ്രിൻസസിന്റെ ചെരുപ്പട്ടേക്കണേ. നടക്ക്. നടുവീ കൂടെ പോ, സെൻട്രി കൂടെ പോ. എന്ത് ഗെയിമാ ഗ്രേസേ? ചെളി നടക്കണ്ട. അപ്പ നടക്കൂല. അപ്പ സെൻട്രി കൂടെ പോവുള്ളൂ. മോളിൽ കൂടെ പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുടയുള്ള കാരണം പൊന്തിക്കാൻ പറ്റണല്ലേ ക്യാമറ. തുടങ്ങിയിട്ടുണ്ടാവും. കുറെ പേർക്കൊക്കെ തുടങ്ങി. കുറച്ച് പേർക്ക് 6-ാം തീയതി 10-ാം തീയതി ഒക്കെ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. നിന്റെ സ്കൂള് 3-ാം തീയതി തുടങ്ങി. പലർക്കും പല ഡേറ്റില് തുടങ്ങിയതപ്പ സെയിം. കുറെ പേർക്ക് ഗ്രേസിന് സ്കൂൾ തുടങ്ങി അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. കുറെ പേർക്ക് ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ. ബേബീസ് ഒക്കെ ഉണ്ടല്ലോ, പ്രീ കെ ജിയിലൊക്കെ പോണ കുഞ്ഞു പിള്ളേ ബേബീസ്. ഗ്രേസ് ഒക്കെ പണ്ട് പോകാറില്ലേ? അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് 10-ാം തീയതിക്കൊക്കെ ശേഷമൊക്കെ തുടങ്ങണേ. പലയിടത്തും പല ദിവസമാണ്. ഇന്ന് മഴ ഇങ്ങനെ ഒരു ചീത്ത മഴ. അതായത് ഇങ്ങനെ ചാറി നിൽക്കണം. നമുക്ക് ഒന്നും ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇന്ന് പിന്നെ മഴയത്ത് അങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. മേല് നനയില്ലേ? അപ്പൊ നമ്മൾ നനഞ്ഞില്ലേ? അങ്ങനെ നനയാതിരിക്കാനാണ് എല്ലാവരും റെയിൻ കോട്ട് ഇടുന്നത്. അപ്പൊ ഇന്ന് പിലിച്ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അവിടെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പിലിച്ചേച്ചി വരുമ്പോൾ ഇന്ന് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇങ്ങനെ മഴ നിൽക്കണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഇടിവെട്ടിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇന്നലെ ഇടിവെട്ടി അതുപോലെ തന്നെ ഞങ്ങളുടെ ആ വീടിന് ചുറ്റിപ്പറ്റി ഭയങ്കരമായിട്ട് ഇടിവാള് പിന്നാണ്. എന്തെന്നറിയില്ല, ആ ഏരിയ ഇടിവെട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെയും രാത്രി നല്ല ഇടിവെട്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇടിവെട്ടിയപ്പോൾ മറ്റേ 1-2 ഡിവൈസും മറ്റേ റൗട്ടറും
അങ്ങനെ കുറച്ച് POI സ്വിച്ച് മറ്റേ CCTVയുടെ TV അതൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി അത് റീപ്ലേസ് ചെയ്യാനുണ്ട്, റിപ്പയർ ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. റൗട്ടർ ഞാൻ പുതിയത് ഓർഡർ ചെയ്തു, കാരണം ഇത് റിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയത് ഓർഡർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഗ്രേസിൻ്റെ ബസ് എത്തിപ്പോയി. അങ്ങനെ അവള് പോയി. തുടങ്ങി നിർത്തിക്കോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ആക്കിയെന്ന് അറിയില്ല. അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ പഴയ വീടാണല്ലോ. അപ്പോൾ 45 വർഷത്തിനടുത്തും പഴക്കമുള്ള വീടാണ്. അപ്പോൾ പണ്ടത്തെ വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിലൊക്കെ എന്തൊക്കെയോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. 1-2 സ്ഥലത്ത് മറ്റേ എർത്തിങ്ങൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. പിന്നെ സർജ് പ്രൊട്ടക്ടറൊന്നും നമ്മൾ വെച്ചിട്ടില്ല. SPD പോലുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അത് വെക്കണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പ്രാഞ്ചനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാഞ്ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ അപ്പോൾ അതായി. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. മഴ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കണ്. നമ്മുടെ ഇവിടെ മുന്നിലത്തെ തെങ്ങിൻ്റെ തേങ്ങ വീണ്ടും വീണ് തുടങ്ങിയിട്ടോ. ഇത് വീണ്ടും കയറിക്കണം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തേങ്ങ വീഴാം. ആ ഷീറ്റ് പേക്കോടെ തേങ്ങ വീഴാം. സൈഡിലുള്ള ഷീറ്റ് പേക്കോടെ ഈ സൈഡൊന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. മഴ പെയ്യുമ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് ഇവിടേക്കാണ് കയറ്റി ഒതുക്കി കൊണ്ട് വെക്കണം. ഇവിടെയാണ് ഇത് ഈ ഷീറ്റ് ഇട്ട് ആരെടുത്തൊരു സ്ഥലമുള്ളത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടേക്ക് കയറ്റും. നമ്മുടെ സ്ലൈഡിനൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ടാണ്. കാരണം അന്ന് ആളിയന്മാരും പെങ്ങന്മാരൊക്കെ വന്നപ്പോൾ അവിടെ കിടക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് സൗകര്യമൊക്കെ കുറവായതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഒന്ന് സെറ്റാക്കി. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് സ്ലൈഡൊക്കെ ചെയ്യുന്നത്. ഇവിടെ അയൺ ബോക്സ് എപ്പോൾ കുത്തിയാലും ഊരിയിടാൻ പറഞ്ഞ് അവൾ ഊരിയിടില്ല. അവൾ കുത്തി ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഇനി നമ്മൾ താഴത്തെ പറമ്പിലൊന്ന് പോയി നോക്കിയിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊന്നല്ല, ഉള്ളിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. തവള. പുറത്തൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ നല്ല രീതിയിൽ ഇടി കൊടുക്കുന്നുണ്ട്. കപ്പങ്ങ ഒരു ചെറുത് പഴുത്ത് കേൾക്കുന്നുണ്ട്. അപ്പുറത്തേമ്മ വലുതുണ്ട്, പഴുത്തിട്ടില്ല. നമ്മുടെ കരിമ്പുകളൊക്കെ അതേ ഒടിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുക. അവിടെ കാണാൻ പറ്റണ്ടാവെന്ന് വിചാരിക്കണ്. കരിമ്പുകളുടെ ഏരിയയൊക്കെ എന്തോ ഇങ്ങനെ ചീഞ്ഞ പോലെ, അടിയിൽ വെള്ളം അങ്ങനെ വരണ കാരണം തോന്നും പെട്ടെന്ന് ചീഞ്ഞ് ഒടിഞ്ഞ് വീഴാം. മറ്റേ കരിമ്പിൻ്റെ പീസ് ഒടിഞ്ഞിട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല. എടുത്തിട്ട് പോകണം. പിന്നെ മാങ്ങകളൊക്കെ ഏകദേശം തീർന്നു. എനിക്ക് ഓർമ്മയില്ല എന്തുവരെയാണ് നമ്മുടെ ഈ ചാനലിൽ ഞാൻ പറഞ്ഞു നിർത്തിയേക്കണേന്ന്. എനിക്ക് ഇപ്പോൾ 1 മാസത്തിൻ്റെ അടുത്താണ് ഞാൻ വൈഡ് വ്ളോഗ്സിലും വീഡിയോൻ്റെ ഒപ്പം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കുറേ സ്റ്റോറികൾ മിസ്സായി വൈഡ് വ്ളോഗ്സിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയാം. ഒന്നുമില്ല, ഞങ്ങൾ വെക്കേഷൻ സമയത്ത് മാക്സിമം ഗ്രേസിൻ്റെ കൂടെ അടിച്ചു പൊളിക്കുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. മാക്സിമം പറ്റുന്ന പോലെ അവളുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനുള്ള ഒരു കുറച്ച് സമയമല്ലേ, 2 മാസമല്ലേ കിട്ടണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ഒരുമിച്ച് നിന്നതാണ്. പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി. മൂന്നാറിലൊക്കെ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. മൂന്നാറിൽ പോയി. പിന്നെ പറ്റുന്ന കുറേ ചെറിയ ഇൻഡോർ പാർക്കുകളിലും ഈ പാർക്ക് എന്നൊക്കെ പറഞ്ഞ കുറേ സ്ഥലങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോയി. പറ്റുന്ന രീതിയിൽ ആളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ആൾ ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വൈഡ് വ്ളോഗ്സിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തിട്ട് പറയാനുള്ള, വേറെ ഞാൻ സൈക്കിൾ ഓടാൻ പോകുന്നുണ്ട് ഇപ്പോഴും. എല്ലാ ദിവസവും പോകുന്നില്ല. ഇപ്പോൾ ചില ദിവസം ഇപ്പോൾ ഇന്ന് പോയില്ല, ഇന്നലെ പോയില്ല, മിനിഞ്ഞാന്ന് പോയി. മിനിഞ്ഞാന്ന് ഉച്ച കഴിഞ്ഞാണ് പോയത്. രാവിലെ പോകാൻ പറ്റിയില്ല.
അങ്ങനെ മാക്സിമം സൈക്കിളോടെ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സൈക്കിളോടെ മാക്സിമം പോകുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ ദിവസവും പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 2-3 ദിവസമായിട്ട് ഇടയ്ക്കാണ് ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ജിമ്മിൽ പോക്ക് അന്ന് നിർത്തിയതിന് ശേഷം പിന്നെ പോയിട്ടില്ല. ജിമ്മിലും പോകണമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഇവിടെ സ്കൂളിൽ പോയി തുടങ്ങിയാൽ വീടും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ജിമ്മിൽ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പോയി തുടങ്ങും. പോകണമെന്നാണ് ആഗ്രഹം. ഇടി കൊടുക്കണേ കേൾക്കുമ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട്. കാരണം എനിക്ക് ഇടി കിട്ടുന്ന അത്ര വലിയ പേടിയൊന്നും തോന്നാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വീടിൻ്റെ ആ സൈഡിൽ വന്നിട്ടുണ്ട് പടപടയെന്നുണ്ട് പൊട്ടിയപ്പോൾ ജനലൊക്കെ കിടന്നിട്ട് കുടുങ്ങായിരുന്നു. ജനലൊക്കെ പൊട്ടിയെന്ന് വിചാരിച്ചാണ്. അത്രയും സൗണ്ടിലായിരുന്നു പൊട്ടിക്കൊണ്ടിരുന്നിരുന്നത്. അതിനാണെങ്കിൽ കുറച്ച് ഡിവൈസൊക്കെ പോയി എന്ന് പറഞ്ഞത്. വേറെ ഞങ്ങളുടെ ഏരിയയിൽ ആരുടെയും ഒന്നും പോയിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചിലപ്പോൾ ഇതേപോലെ ഈ ഓപ്പൺ ഏരിയയുടെ അടുത്താണ് ഞങ്ങളുടെ വീട്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നതെന്ന് ഞാൻ വിചാരിക്കണം. അറിയില്ല. പിന്നെ വേറെ പിന്നെന്തിട്ടാണ്, ഇതൊക്കെയാണ് എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പെങ്ങൾ വന്നു, ലിജി പെങ്ങളും ഫാമിലി നാട്ടിൽ വന്നു. അത് ചേച്ചിയുടെ ചാനലിൽ കൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വൈൽഡ് ഹൗസ് കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ വന്നു, അവർ ഇതേ നാട്ടിലുണ്ട്. പിന്നെ വേറെ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നോണം നമുക്കിങ്ങനെ കണ്ട് പോവാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, അത് മാത്രമേ പറയാനുള്ളൂ. കാരണം അറിയാലോ, എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോസാണ് ഞാനിവിടെ ഇട്ട് പോകുന്നത്. അപ്പോൾ അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല. ഇഷ്ടപ്പെടുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്തോളും, അത്രേ പറയാനുള്ളൂ. മിഡു ഞാൻ അങ്ങോട്ട് വീഡിയോ അവൾ ഒറ്റയ്ക്ക് ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ ഇടുമായിരിക്കും. കാരണം കൊച്ചിനെയും കൂടി വെച്ചിട്ട് അവൾക്ക് എല്ലാവരും മാനേജ് ചെയ്ത് ടൈമിന് ഇടാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഒരു ഇത്. കൊച്ച് വാശി പിടിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എഡിറ്റിങ്ങിന് ബാക്കിലേക്ക് സമയം പിന്നിലേക്ക് പോകും. അപ്പോൾ അന്ന് ഇടേണ്ട വീഡിയോ ചിലപ്പോൾ ആ ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് റിസ്കി പണികളുണ്ട് അതിൻ്റെ ഇടയിൽ. പക്ഷെ അവൾ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങോട്ട് ഒരു റിയൽ ലൈഫിലേക്ക് പോകുന്നത്. പിന്നെ നമ്മുടെ ഡോഗ്സിൻ്റെയും കോഴിയുടെ കാര്യമൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോ കൂടെ പറഞ്ഞേക്കാന്നുള്ളൂ. നമ്മുടെ മുമ്പുണ്ടായിരുന്ന കോഴികളൊക്കെ നമ്മൾ എല്ലാത്തിനും ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ 2 നമ്മുടെ പുള്ളിക്കോഴികളും 2 പൂവന്മാരും 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. 3 കുഞ്ഞുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ എറണാകുളം എടുത്തിട്ട് പോയി. ബാക്കി 2 കുഞ്ഞുണ്ട്. പിന്നെന്താ, ഡോഗ്സൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകൾ പറയാനുള്ളത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പിലിച്ചേച്ചി എത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ പിലിച്ചേച്ചി അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലത്തെ കുറച്ച് വേസ്റ്റ് കോഴികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഇവിടെ പുല്ല് കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിവിടെ മണ്ണൊക്കെ ഇട്ട് നിരപ്പാക്കിയിട്ടാണ് പുല്ലൊക്കെ വിരിച്ചെങ്കിലും ഇവിടുത്തെ മണ്ണിനൊക്കെ ഒരു ചെളിമയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമ്മൾ ചവിട്ടിനോടത്തൊക്കെ ചെളിയാവുന്നുണ്ട്. അപ്പോൾ ഈ പുല്ലൊക്കെ മിക്കവാറും ചീഞ്ഞു പോവും. ഈ ഏരിയയിലുള്ള പുല്ലൊക്കെ ഇതുണ്ടോ, നമ്മൾ ചവിട്ടിനോടത്ത് ഇങ്ങനെ താന്ന് പോവാം മഴ പെയ്ത് കഴിയുമ്പോൾ. അവിടെയൊന്നും കുഴപ്പമില്ല, അവിടെയൊക്കെ സ്ട്രോങ് ആണ്. ആ നല്ല പുല്ല് കാണുന്ന സ്ഥലമല്ലേ ഇവിടെ. ഇവിടെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ സൈഡിലൊക്കെ മണ്ണടിയിലേക്ക് ഇങ്ങനെ ഇരുന്ന് പോവാം. അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെളി പോലെ വന്നുണ്ട്. ചിലപ്പോൾ മൊത്തം ചീഞ്ഞു പോവും ഈ ഏരിയ. ഇവിടെയൊക്കെ ഇത്രയും മഴയൊക്കെ പെയ്യുണ്ടെങ്കിലും ഇവരുടെ അവിടെ ഒന്നും വെള്ളമില്ല പറയണേ. ഇപ്പോഴും വെള്ളത്തിന് ക്ഷാമമാണ് ഇത്ര മഴ പെയ്തിട്ടും. പുതിയ പൈപ്പ് ഇടണം. അതെ. അപ്പോൾ ചേച്ചി വെള്ളത്തിൻ്റെ ക്ഷാമം തീരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ശരിയാവട്ടെ. ഇവിടെയൊക്കെ വെള്ളം കുറേ ആയിട്ടുള്ള പ്രശ്നം. മഴ പെയ്യുമ്പോഴേക്കും മുങ്ങണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും വെള്ളമൊക്കെ പെട്ടെന്ന് റെഡിയാവും. കുടിക്കാനുള്ള വെള്ളം വേണ്ടേ? കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വെള്ളം പെട്ടെന്ന് ശരിയാവും. അപ്പോൾ എല്ലാവരും കൂടി ഇവർക്ക് വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാവാനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും എന്ത് പറയണ്? എല്ലാവരും സുഖമായിരിക്കണോ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴ എന്നൊക്കെ പറ. ഇവിടെ മഴ ശക്തിയായ മഴ എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ശക്തിയായി പെയ്യും, ഇടയ്ക്ക് വെട്ടം വെളിച്ചൊക്കെ ഉണ്ട്.
അങ്ങനെയൊക്കെ പോണ്. എന്നാലും ചെറുതായിട്ടൊരു പൊടിച്ചിലുണ്ട്. ആ പൊടിയൊന്നും തലയിൽ വീഴാൻ പാടില്ല. അതന്നെ. ചേച്ചിക്കുള്ള റെയിൻകോട്ട് തയ്യാർ. അതൊക്കെ കത്രിക കത്രിക. നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. എന്തെങ്കിലും കെട്ടണോ? അല്ല, പണ്ട് കൊയ്യാൻ പോണവർക്ക് ഇങ്ങനത്തെ സാധനം ഇടാറ്. പക്ഷെ എന്നാലും എന്തെങ്കിലും കെട്ട എന്തെങ്കിലും വേണ്ടേ? വലിപ്പം കൂടി പോയി. ഇതിപ്പോ ആളെ കാണാൻ പറ്റില്ല, ആള് ഉള്ളി കയറിപ്പോ. എന്തേലും കെട്ടാൻ വേണ്ടി വരും ചേട്ടാ. മൊത്തം ചാക്കിനുള്ളിൽ പോവാണല്ലോ. ചേച്ചി എന്റെ ഉള്ളിൽ കൊള്ളൂല്ലോ. ഓ, അത് നടക്കില്ല. ഓ, അത് ഉറക്കുന്നെനിക്ക് തോന്നണില്ല. മഴ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറി നിൽക്കണ്. പെയ്യണമില്ല, തോരണമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ഇതുപോലെയുള്ള റെയിൻകോട്ട് ആവശ്യമുള്ള ഒരു സണ്ണിനെ കോണ്ടാക്ട് ചെയ്യുക. ഫുൾ വാട്ടർ പ്രൂഫാണ്. ഇങ്ങനെ ഒന്ന് പുല്ലൊക്കെ പറിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പുറത്തോ മേത്തോ ഒന്നും വീഴില്ല. വലിയ മഴ വന്നാൽ അവിടെ എലി കുത്തിയൊരു ഓട്ടയും കിട്ടാം. ഓട്ടയിൽ കൂടെ വെള്ളം ലീക്കാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കിണറിലെ വെള്ളമൊക്കെ താന്നേക്കാണ്. അന്ന് ദത്രം ചുവന്ന കല്ല് കാണാൻ അത്ര ഹൈറ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം എന്തെങ്കിലും ഫുൾ അടിയിലേക്ക് താന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും നല്ല മഴ വരുമ്പോൾ ഇത് പൊന്തി വരും. അങ്ങനെ ചീവക്കുട്ട തുറക്കത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയാൻ എല്ലാവരോടും. ഗുഡ് മോർണിംഗ്. ഉറക്കത്തിൽ നിന്ന് ഇപ്പം എൻ്റെ ഉള്ളൂ. അല്ലെങ്കിൽ മുമ്പ് ഉറക്കത്തിൽ നിന്ന് എനിക്കുമ്പോൾ ചേച്ചി എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചേച്ചി സ്കൂളിൽ പോകാനും ശ്രീകുട്ടനെ എനിക്കുമ്പോൾ ഒരു മൂഡ് ഓഫാണ്. അല്ലേടാ, ഒന്ന് നോക്ക്. അങ്കിൾമാരുടെ ആൻറ്റിമാരുടെ ഒക്കെ ഒരു ഹായൊക്കെ ഒന്ന് പറഞ്ഞേ. പറയടാ, ഭയങ്കര സൂത്രനാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞ അങ്കിൾമാരുടെ ആൻറ്റിമാരോടൊക്കെ. പുലി ചേച്ചി പുല്ല് പറയുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുക. അമ്മയ്ക്ക് നോട്ട്സിൻ്റെ കൂടെ ചമ്മന്തി വേണമെന്നാണ് റിക്വസ്റ്റ് പ്രകാരം മിടുകൂടതി ചമ്മന്തി ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട്. എനിക്കുണ്ടോ ചമ്മന്തി? ചിരി ചമ്മന്തി എനിക്കും കൂടി ഉണ്ടാക്കി കൂടേ. അപ്പൊ അത് ഒരുമിച്ച് ഉണ്ടാക്കി കൂടെ. അങ്ങനെ എമർജൻസി ചമ്മന്തി ആയിരുന്നു. നീ എമർജൻസി ചമ്മന്തി കണ്ട നാണം വന്നിട്ടുണ്ട് ചൂത്രല്ലേ. അപ്പൊ എന്തായാലും ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇത്രയും നേരത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇന്ന് നമ്മൾ കുറെ നാൾക്ക് ശേഷം വീഡിയോ തുടങ്ങുന്നതല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കട്ടെ മിടു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ. സെക്കൻഡ് അറിയാം.